ഹായ്, സുഖമല്ലേ? ഇന്ന് കൊട്ടിയൂർ യാത്രയുടെയും മറ്റു വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ ജൂൺ 6 ശനിയാഴ്ച 9:30 കൂടിയിട്ടാണ് അരീക്കോട് മുക്കം താമരശ്ശേരി വഴി കുറ്റ്യാടി ചുരം കയറി വാളാട് പിന്നെ പാൽച്ചുരം ഇറങ്ങി രാവിലെ ഒരു 2:30 കൂടി ഞങ്ങൾ കൊട്ടിയൂരെത്തി. ട്രിപ്പിൽ 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മിനി ടൂറിസ്റ്റ് വാനിലാണ് എത്തിയത്. വാഷ്റൂമിൻ്റെ അവിടെ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. അതുകഴിഞ്ഞ് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് ഞങ്ങൾ ദർശനത്തിനായി ക്യൂ നിന്നു. ഭയങ്കര തിരക്കായിരുന്നു അന്നത്തെ ദിവസം. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നത്. ഈ പുണ്യഭൂമിയിലെ ദർശനത്തിന് ഇപ്പോഴാണ് സാധിച്ചത്. കൊട്ടിയൂരിനെ കുറിച്ച് അല്പമൊന്ന് പറഞ്ഞു വയ്ക്കാം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ബാവലിപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവെന്ന് വിശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇളനീർ അഭിഷേകം പ്രധാനമാണ്. തിരുവഞ്ചിറ എന്ന വലിയ തടാകത്തിൻ്റെ നടുക്കുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. കൂവളത്തിലയും തുമ്പയും തുളസിയും ഭഗവാന് അർപ്പിക്കുന്നു. അമ്മാറക്കല്ല് എന്ന മറ്റൊരു തറയിൽ ശ്രീപാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അക്കരെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം നടക്കുന്നത് 28 ദിവസങ്ങളിലായാണ്. ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിൽ 30 മുക്കോടി ദേവകൾ പങ്കെടുത്ത യാഗം ദക്ഷൻ നടത്തിയത് വൈശാഖം നാളിലാണത്രേ. ഞങ്ങൾ 3 മണിക്ക് വരി നിൽക്കാൻ തുടങ്ങിയിട്ട് 8 മണിക്കാണ് ദർശനത്തിനുള്ള ഭാഗ്യം ലഭിച്ചത്. ഈ വരിയിൽ നിന്നാൽ മാത്രമേ ഭഗവാന്റെ തിരുമുമ്പിൽ ചെന്ന് ദർശനം നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വരി നിൽക്കാൻ കഴിയാത്തവർക്ക് തടാകത്തിലിറങ്ങി പ്രദക്ഷിണം വയ്ക്കുകയും അവിടെ നിന്ന് തൊഴുകയും ചെയ്യാം. വരി നിന്ന് വല്ലാതെ ക്ഷീണിച്ചു എങ്കിലും തടാകത്തിലിറങ്ങിയപ്പോൾ വളരെ ഉന്മേഷവും വല്ലാത്തൊരു അനുഭൂതിയും അനുഭവപ്പെട്ടു. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആളുകൾ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി പെറുക്കി വയ്ക്കുന്നത് കണ്ടു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ചിലർ വാദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചിലർ പുഴയിലിറങ്ങി കല്ലുകൾ തമ്മിൽ ഉരസി ഭസ്മം വരുന്നുണ്ടെന്നും ചന്ദനം വരുന്നുണ്ടെന്നും ഒക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവിടെയുള്ള ചിലർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ബസ്സിൻ്റെ ജീവനക്കാരനും അതുതന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അവിടെ കിടക്കുന്ന കല്ലുകളെല്ലാം ശിവഭഗവാന്റെ അംശങ്ങളത്രേ. എല്ലാം അവനവൻ്റെ വിശ്വാസം പോലെ ഇരിക്കും. ഈ ഓടപ്പൂക്കൾ അവിടുത്തെ പ്രസാദമാണ്. ആളുകൾ ഈ ഓടപ്പൂക്കൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ സ്ഥലത്തിനടുത്തു നിന്നാണ് ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോയത്. ഇക്കരെ കൊട്ടിയൂരിലും നല്ല തിരക്കായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി തൊഴുത് മടങ്ങി. പിറ്റേന്നു നടക്കാനിരിക്കുന്ന ഇളനീരാട്ടത്തിൻ്റെ ഇളനീരുകളാണിവ. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞങ്ങൾ പെരളശ്ശേരി ക്ഷേത്രത്തിലെത്തി. അവിടെ അനുഗ്രഹം വാങ്ങാനെത്തിയവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവിടെ ദർശനം നടത്തി പുറത്തിറങ്ങി. പെരളശ്ശേരി ക്ഷേത്രത്തിന് ഒരു പ്രധാന അട്രാക്ഷനാണ് ഇവിടുത്തെ കുളം. ഇത്രയും ഭംഗിയുള്ള ഈ വലിയ കുളം പൂർത്തീകരിക്കാൻ എന്തുമാത്രം അധ്വാനം വന്നിട്ടുണ്ടാകുമല്ലേ. ഇതിൻ്റെ ഭംഗി കാണുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങി വരുന്നിടത്തു നിന്ന് ഞാൻ വട്ടത്തിലൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അമ്പലക്കുളം കണ്ടാൽ നമ്മൾ എങ്ങനെ കാൽ നനയ്ക്കാതിരിക്കും? ഇതിനുള്ളിൽ ഇറങ്ങിയാൽ ഫിഷ് സ്പായ്ക്ക് വേണ്ടി നമ്മൾ വേറെ എവിടേക്കും പോകേണ്ടതില്ല. വലിയ മീനുകളെല്ലാം നമുക്ക് നല്ല കടി വെച്ച് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയും നല്ല ക്യൂ ആയിരുന്നു. അവിടെ ദർശനം നടത്തിയതിനു ശേഷം ഞങ്ങൾ പ്രസാദം കഴിച്ചു. തൊഴുതിറങ്ങിയതിനു ശേഷം ക്ഷേത്ര പരിസരത്തെ കടകളിലെല്ലാം ചെറിയ തോതിൽ പർച്ചേസിംഗ് എല്ലാം നടത്തി.
ക്ഷേത്ര ദർശനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലൊന്ന് പോയി. കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ചതിനു ശേഷം കുറേ ഫോട്ടോയെടുപ്പും മറ്റുമുണ്ടായി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും മഴ പെയ്തു. അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. വഴിമധ്യേ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. എന്താ ചെയ്യുക, വൈബ് പുറത്തെടുക്കാതെ പറ്റുമോ? വണ്ടിയിൽ എല്ലാവരും ഡാൻസും പാട്ടുമായി നല്ല രസകരമായി മുന്നോട്ട് നീങ്ങി. ട്രിപ്പിൻ്റെ കോർഡിനേറ്ററായ അനുജൻ ഇടയ്ക്ക് ട്രിപ്പിനെക്കുറിച്ച് അവലോകനം നടത്തി. തിരക്കിൽപ്പെട്ട് കുറച്ചധികം ക്ഷീണിച്ചുവെങ്കിലും അമ്പലങ്ങളിലെല്ലാം തൊഴുതിറങ്ങിയപ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖം. പാതിരാവായി ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ചാനലിൻ്റെ യാത്ര പക്ഷേ അവസാനിക്കുന്നില്ല. എന്നോട് കൂടെ കൂടിക്കോളൂ.